ഇതുപോലൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ചമ്മന്തിപ്പൊടി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും നിങ്ങൾ കാണുക. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. വെറൈറ്റി ടേസ്റ്റിലും മെത്തേഡിലും ചെയ്യുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. നമുക്ക് ഫാമിലിയെല്ലാം വിദേശത്തൊക്കെ നിൽക്കുമ്പോൾ പാക്ക് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇത്. ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് എങ്ങനെ സൂക്ഷിക്കാം എന്ന് പറയാം. നമ്മൾ ഉണക്കച്ചെമ്മീൻ വാങ്ങിച്ചാൽ ഒരു പേപ്പറിലങ്ങ് ഇട്ട് നമ്മുടെ തേങ്ങ ചിരട്ടി ഉണ്ടല്ലോ ഒന്ന് ഉരച്ചു കൊടുത്താൽ അതിൻ്റെ കൊമ്പും വാലും ഒക്കെ പൊടിഞ്ഞു പോവും. ശേഷം ഒന്ന് പാറ്റിയെടുക്കണം, ചേറിയെടുക്കുക എന്ന് പറയും. ഇനി നന്നായി കഴുകിയ ശേഷം ഒരു തുണിയിലോ പേപ്പറിലോ വിരിച്ച് നല്ല വെയിലിന് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ശേഷം ഒന്ന് വറുത്തുകൂടി വെച്ചിട്ട് ഒരു ബോട്ടിൽ വെച്ചാൽ എത്ര കാലം വരെയും ഈ ചെമ്മീൻ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിക്കായാലും എന്തിനായാലും കുറച്ച് എടുത്താൽ മതിയാവും. അങ്ങനെ റെഡിയാക്കി വെച്ച 1 കപ്പ് ചെമ്മീൻ ഈ ചമ്മന്തിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 കുഞ്ഞുള്ളി ക്ലീൻ ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം, പക്ഷേ ക്രഷ് ചെയ്യുമ്പോൾ ഉള്ളിക്ക് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല എരിവുള്ള 15 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിച്ച പോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചില്ലി ഫ്ലേക്സായി എടുക്കുകയാണെങ്കിൽ വറക്കുമ്പോഴൊക്കെ എളുപ്പമായിരിക്കും. ഇനി ഒരു പിടി കറിവേപ്പില വേണം. എൻ്റെ അടുത്ത് സ്റ്റോക്ക് കുറവായതുകൊണ്ട് ഉള്ളത് എടുത്തതാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത്ര കല്ലുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ ഉപ്പ് പൊടിയും എടുക്കാം. ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. പിന്നെ വേണ്ടത് 1 കപ്പ് ചെറിയ തേങ്ങ. ഇതൊക്കെയാണ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ വെളിച്ചെണ്ണ നിറയെ വേണം. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഓരോ ഐറ്റംസും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കുഞ്ഞുള്ളിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ കുഞ്ഞുള്ളി കരിഞ്ഞു പോവാതെ തന്നെ മൂപ്പിച്ചെടുക്കണം. കുഞ്ഞുള്ളിക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞുള്ളി ഫ്രൈ ചെയ്യുന്നത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ്. ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ, എന്നാൽ പെട്ടെന്നായി കിട്ടും. ഇനി പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് വരും. ഫ്ലെയിം കൂട്ടി വെച്ചതുകൊണ്ട് അതിന് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഏതാണ്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും മൂത്ത് വന്ന ശേഷം കോരി മാറ്റണം. കുഞ്ഞുള്ളി ഏതാണ്ട് പാകമായി വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വറക്കുന്നൊന്നുമില്ല. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത കുഞ്ഞുള്ളി ഇട്ട് കൊടുത്താൽ മതി. വരുന്നുണ്ട്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കോരി മാറ്റണം. ഇനി ചെമ്മീൻ ഒന്ന് ഇത്തിരി മൂപ്പിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ വറുത്താതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അധികം നേരം വേണ്ടതില്ല. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഈ കാത്തിരിക്കാൻ അധികം സമയമില്ല. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ കോരി മാറ്റുകയും ചെയ്യാം. ചെമ്മീനും വറുത്തെടുത്ത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പുളിയും അല്ലിയാക്കി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് തേങ്ങ വറക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ വഴറ്റുക. കുറച്ചൊന്നായ ശേഷം നമുക്ക് ഈ മുളക് ചേർത്ത് കൊടുക്കാനുണ്ട്. മുളകൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളകിട്ട് കൊടുക്കാണ്. അതും കൂടി ഒന്ന് മൂത്ത് വരണം. തേങ്ങ അങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ കളറാവുന്നത് വരെ വേണ്ടുള്ളൂ. ഇപ്പോൾ ഈ മുളകിൻ്റെ നിറം കൂടി ആകുമ്പോൾ അങ്ങനെ നമുക്ക് ഇളക്കുമ്പോഴെന്തായാലും മനസ്സിലാവും. നമ്മൾ വറുത്തെടുത്ത എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തണുപ്പിച്ചെടുക്കാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ മിക്സ്
തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കണം, അല്ലാണ്ട് ഓയിലൊന്നും വറുത്ത് പോവരുത്, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ നല്ല ചൂട് ചോറിൽ ഈ ചമ്മന്തിപ്പൊടി 1 സ്പൂൺ ഇട്ട് ഇത്തിരി നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കുഴച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഈ ഫ്രൈ ചെയ്തെടുത്ത ഐറ്റംസ് തന്നെ നമ്മൾ ചൂട് ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് അതിന് തേങ്ങയും വറുത്ത തേങ്ങയും എല്ലാം ഉണ്ട്. 1 സ്പൂൺ ഇട്ടിട്ട് നമ്മൾ ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് പ്രശ്നമാണ്. പൊടി ഉപ്പാണ് ചേർക്കുന്നതെങ്കിൽ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് പൊടിക്കാതെയും ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പൊടിച്ച് വെച്ചാൽ അത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പൊടിക്കാതെ വെച്ചാൽ ചിലപ്പോൾ അത് തണുത്താൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പൊടിച്ച് തന്നെ വെക്കണം. മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.